ബഹിരാകാശത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ജിജ്ഞാസ മനുഷ്യനെ പല പ്രപഞ്ച രഹസ്യങ്ങളും കണ്ടെത്തുന്നതിന് ഊർജം നൽകി. എന്നാൽ ഓരോ ബഹിരാകാശ ദൗത്യം വിജയിക്കുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ജിജ്ഞാസയും കൗതുകവും കൂടി വന്നു. ആകാശത്തിലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ മനുഷ്യൻ കൗതുകത്തോടെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. കൂടുതൽ വിദൂരങ്ങളിലേക്ക് നമ്മൾ പേടകങ്ങൾ അയക്കാൻ തുടങ്ങി. സൗരയൂഥത്തിനുള്ളിൽ മാത്രമല്ല, സൗരയൂഥത്തിന് പുറത്തേക്കും അയച്ചു. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിക്ഷേപിച്ച വോയേജർ പേടകങ്ങൾ ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള നക്ഷത്ര വ്യവസ്ഥകൾക്കിടയിലുള്ള പ്രദേശം അഥവാ ഇന്റർസെല്ലുലാർ സ്പേസിലൂടെ കുതിച്ചു പായുകയാണ്. ഈ യാത്രയിൽ അവർ കണ്ട കാഴ്ചകളെല്ലാം അത്ഭുതപ്പെടുത്തുന്നവയാണ്. വോയേജർ കണ്ട ആ അത്ഭുതങ്ങളെല്ലാം നമ്മൾക്കും കാണാം. പ്രശസ്തമായ ഈ ചിത്രമാണ് ദ പെയിൽ ബ്ലൂ ഡോട്ട്. പ്രശസ്തമായ ഈ ചിത്രം ഒരു പിക്സലിൻ്റെ മാത്രം വലുപ്പമുള്ള ചെറിയ ഡോട്ടാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി. 1990 നാസയുടെ വോയേജർ 1 പേടകം പകർത്തിയ ചിത്രമാണിത്. 2012 വോയേജർ 1 നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിര് കടന്നു. അതിര് കടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്നും 600 കോടി കിലോമീറ്റർ ദൂരത്തെത്തിയപ്പോൾ വോയേജർ എടുത്ത് പകർത്തിയ ചിത്രമാണ് ഇത്. വോയേജർ 1 കണ്ട അവസാന ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കാരണം ഈ ചിത്രം പകർത്തി 34 മിനിറ്റുകൾക്ക് ശേഷം ഊർജം തീരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ക്യാമറകൾ ഓഫ് ചെയ്തു. വിക്ഷേപിച്ച് 44 വർഷം കഴിഞ്ഞിട്ടും വോയേജർ നാസയുമായി ബന്ധപ്പെടുന്നുണ്ട്. 1977 സെപ്റ്റംബർ 5 നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകമാണ് വോയേജർ 1. ഇവ ഇന്റർസ്റ്റെല്ലർ ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുമെന്ന് അറിയാമായിരുന്ന നാസ അന്യഗ്രഹ ജീവികൾക്കുള്ള ഒരു സന്ദേശം അവയിൽ ഘടിപ്പിച്ചു. കൂടാതെ ഒരു ഫോണോഗ്രാഫ് റെക്കോർഡും ഒരു റെക്കോർഡ് പ്ലെയറും അതിൽ ഘടിപ്പിച്ചു. വോയേജർ 1ലും 2ലും ഒരു സ്വർണം കണ്ട് ഒരു റെക്കോർഡറുണ്ട്. 12 ഇഞ്ച് വലിപ്പമുള്ള സ്വർണം പൊതിഞ്ഞ ഒരു ഡിസ്കാണത്. ഇതിൻ്റെ ഉദ്ദേശം ഏലിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് ഭൂമിയിലുള്ള ജീവികൾ, സംസ്കാരം, ശബ്ദങ്ങൾ, സംഗീതം എന്നിവ പരിചയപ്പെടുത്താനാണ്. ഗോൾഡൻ റെക്കോർഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സംഗീതം, മ്യൂസിക്. ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന 27 ഗാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഭാഷ. 55 ഭാഷകളിൽ ആളുകൾ നമസ്കാരം, സ്നേഹത്തോടെ, സന്തോഷം തുടങ്ങി ചെറിയ സന്ദേശങ്ങൾ പറയുന്നുണ്ട്. മലയാളം ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഹിന്ദിയും തമിഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3. ഭൂമിയുടെ ശബ്ദങ്ങൾ. കടൽ തീരങ്ങളുടെ ശബ്ദം, കുഞ്ഞിൻ്റെ കരച്ചിൽ, കാറ്റ്, മഴ, മനുഷ്യൻ്റെ ചിരി, സംവാദം മുതലായവയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രങ്ങൾ. മനുഷ്യരും മൃഗങ്ങളും പ്രകൃതി ദൃശ്യങ്ങൾ, ഗണിതവും ശാസ്ത്രവും തുടങ്ങി താജ്മഹലിൻ്റേത് ഉൾപ്പെടെ 115 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DNA ആകൃതി മുതൽ മനുഷ്യൻ്റെ ജൈവ വളർച്ചയും വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ വിവരങ്ങൾ. പീരിയോഡിക് ടേബിൾ, ഭൂമിയുടെ സ്ഥാനം, സൗരയൂഥം, പ്രകാശവേഗം തുടങ്ങിയ ആശയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1974 പോർട്ടോറിക്കോയിലെ അരസിബോ റേഡിയോ ടെലസ്കോപ്പിൻ്റെ ചില നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരു മെസ്സേജ് സിഗ്നൽ സെൻഡ് ചെയ്യുകയുണ്ടായി. ആ ഒരു സിഗ്നലാണ് അരസിബോ മെസ്സേജ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെസ്സേജ് അവിടെയുള്ള ആളുകൾ, അതായത് ഏലിയൻസ് റിസീവ് ചെയ്ത് അതിനുശേഷം തിരിച്ച് അവർ ഒരു മെസ്സേജ് കൂടി സെൻഡ് ചെയ്യും. ആ നേരത്ത് നമുക്ക് മനസ്സിലാക്കാനാവും നമ്മൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത്, ഏലിയൻസും കൂടി ഉണ്ടെന്ന്. അങ്ങനെ ഏലിയൻസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേഗം തന്നെ ഈ ചാനലിൽ വിടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.